രാഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ ആവേശം സിനിമയുടെ ഒരു റിവ്യൂ, അതായത് ഒപ്പീനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം നമ്മൾ കണ്ട ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെയാണ്. അത് UMF ഉണ്ണിമൂന്തൻ ഫിലിംസിൻ്റെ ജയ് ഗണേഷ്. ഉണ്ണിമൂന്തൻ, മഹിമ നമ്പ്യാർ, ജോമോൾ, അത് ജോമോളിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവെന്ന് നമുക്ക് പറയാം. അശോകൻ, ഹരീഷ് പേരടി, അങ്ങനെ കുറേ ആൾക്കാർ ഈ സിനിമയ്ക്കകത്തുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ജയ് ഗണേഷ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ. അതായത് ഒരു IT ഫീൽഡ്, ഐ ടി മേഖലയുടെ കുറച്ച് IT പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ കൂടുതൽ അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. കാര്യം അത് നമ്മൾ വളരെ കാണേണ്ടുന്ന ഒരു സിനിമയാണ്, കണ്ട് തന്നെ അത് അനുഭവിച്ചറിയേണ്ടുന്ന ഒരു സിനിമ. കാര്യം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയത്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം മിന്നൽ മുരളിയിലൊക്കെ കണ്ട രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ ഒന്നും അല്ല, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം. കാര്യം ആ പേര് ആയിട്ട് സിനിമയ്ക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത്തരത്തിലുള്ള രീതിയിൽ ഇപ്പോൾ ജയ് ഗണേഷ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനുള്ളൊരു ഇല്ലെന്നല്ല ഞാൻ പറയാം, അത്ര വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഒന്നും ആ പേരുമായിട്ട് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലൊന്നുമില്ല. പക്ഷേ എന്നാലും അതിമനോഹരമായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള സിനിമ. ഇതിനകത്ത് എല്ലാം, അതായത് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും, DOP ആണെങ്കിലും, എഡിറ്റർ ആണെങ്കിലും, എല്ലാം അവരുടെയൊക്കെ ഭാഗത്തുനിന്ന്, അതായത് നമ്മളൊരു ശരിക്കും ഒരു സിനിമ കാണുമ്പം നമ്മളെ ഒരു ആകാംക്ഷയുടെ ഒരു മുൾമുനയിൽ നിർത്തി ഒരു സിനിമ എങ്ങനെ എടുക്കാം, അതായത് അത്ര കാര്യം എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ടെൻഷനോടുകൂടി, അതായത് നമുക്കൊരു ആങ്സൈറ്റിയോടുകൂടി, ഒരു ഉത്കണ്ഠ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് നമ്മൾ ഇരുന്ന് സത്യത്തിൽ ആ സിനിമ കണ്ടു തീർക്കുന്നതെന്ന് പറഞ്ഞ കാര്യം. അത്ര ഇതായിട്ടുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലെ ഞാനൊരു ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കണക്ക് പ്രേക്ഷകരുടെ ഒരു തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിലും ഒരു പടിയും കൂടെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്കിപ്പം പോയി മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം അത്രയും വലിയ ഒരു ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ അത്രയും മികച്ച ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായി സിനിമയ്ക്ക്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ 2 സിനിമയും ഞാൻ കണ്ട കൂട്ടത്തിൽ 2 സിനിമ എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട സിനിമ. ആവേശം രാവിലെ കണ്ടു, ഇപ്പോൾ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ കണ്ടു. 2 സിനിമയും കണ്ടു. 2നെക്കുറിച്ചും എനിക്ക് മികച്ച അഭിപ്രായമാണ്. പക്ഷേ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയോട് ഒരു ശകലം കൂടെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇച്ചിരി കൂടി ഇഷ്ടം കൂടും. കാര്യം അത്രയും നല്ല രീതിയിലാണ്. കാര്യം നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകാൻ ആർക്കും പറ്റും. എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് ശങ്കറിൻ്റെ തന്നെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ. കാര്യം അത്രയും ആകാംക്ഷയുടെ ഒരു ഇതിനകത്ത് നമ്മളെ നിർത്താൻ പറ്റി. കാര്യം നായകനെ അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും, ആ കഥ പറഞ്ഞു പോകുന്ന രീതിയാണെങ്കിലും, എല്ലാം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മിന്നൽ മുരളി പോലെ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു വലിയൊരു പറക്കിയൊക്കെ ചെയ്യുന്ന ആ വലിയ മാനുഷികമായിട്ടുള്ള ശക്തികളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള, അതായത് പറന്നു പോകാനും അങ്ങനെ ഓരോ ഇത് കാണിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ ചിത്രീകരിക്കാമായിരുന്നെങ്കിൽ പോലും കഥയ്ക്ക് പറ്റുന്ന രീതിയിൽ പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ഭംഗിയായിട്ടുള്ള രീതിയിൽ. പിന്നെ ഉണ്ണിമൂന്തനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഉണ്ണിമൂന്തൻ്റെ നിർമ്മിച്ചിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ റീസെൻ്റായിട്ട് അദ്ദേഹം അഭിനയിച്ചു പോകുന്ന സിനിമകളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജയ് ഗണേഷ് എനിക്ക് തോന്നുന്നു ഒരു പടി മുകളിൽ നിൽക്കും. കാര്യം അടുത്തെങ്ങും എത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാര്യം അത്രയും മനോഹരമായിട്ട് എടുത്തിരിക്കുന്നത്. കാര്യം ഇവിടെ ഉണ്ണിമൂന്തനെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് സംസാരിക്കുകയോ മറ്റാരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയല്ല. വ്യക്തിപരമായിട്ട് എന്തൊക്കെ വിരോധങ്ങൾ ആരോടൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമ നമ്മൾ കാണണം. കാര്യം അത്രയും നല്ല രീതിയിലാണ്. കാര്യം ഞാൻ നോക്കിയിട്ട് ഈ സിനിമ, അതായത് നമ്മുടെ ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഈ സിനിമ കാണുന്ന ഒരാൾ പോലും ആ സിനിമയെ കുറ്റം പറയത്തില്ല. കാര്യം അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും ജയ് ഗണേഷും തിയേറ്ററിൽ ഒരു വലിയ വിജയമായി തീരട്ടെ, വലിയ വിജയമായി തീരും, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.